കള്ളക്കർക്കിടകം താണ്ടി സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ സമൃദ്ധിയുടെ പൂവിതളുമായി ഇന്ന് അത്തമെത്തി. ഓണക്കാലത്തിന്റെ വിളംബരം അറിയിച്ച തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര വർണ്ണാഭമായി നടന്നു. അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ചലച്ചിത്ര താരം ജഗദീഷ് അടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവരും കൂടി ചേർന്ന് മന്ത്രിയുണ്ട് ഒരു നല്ല പ്രപ്പോസൽ തയ്യാറാക്കിയാൽ തൃപ്പൂണിത്തുറയെ പൈതൃക നഗരമാക്കി ഇതിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണ് എനിക്ക് അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങട്ടെ. ഈ അത്തച്ചമയ ആഘോഷങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി നമ്മൾ ഹൃദയത്തിലേക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര അത് നമ്മളോട് അനുബന്ധിച്ചുള്ള ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനത്തിനായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഇവിടെ സാംസ്കാരിക ഉത്സവമാണ്. സ്നേഹത്തിലൂന്നി, സാഹോദര്യത്തിലൂന്നി, മതനിരപേക്ഷതയിൽ, മതസൗഹാർദ്ദത്തിലൂന്നി ഉണ്ടാകുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് നാടിൽ തന്നെ മാതൃകയാണ്. ഇവിടെ ഹിന്ദു, മുസൽമാനും ക്രൈസ്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇനി ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ അത് നാടിന്റെ മഹത്വമാണ് ഉയർത്തി കാട്ടുന്നത്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വര നിശ്ചയമാണ്. ഇത് ഐശ്വര്യത്തോടെ തന്നെ ഇത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സ്വപ്നത്തെ ഉത്സവമാക്കിയ ഭാവനയാണ് ഓണം. എല്ലാവരും വിശക്കാതെ ഉറങ്ങുന്ന സമത്വസുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നം സാർത്ഥകമാക്കാൻ മലയാളിയുടെ സർഗാത്മകത അതിനെ ഓണമായി ആഘോഷിച്ചു. ആ ഓണാഘോഷത്തിൻ്റെ തുടക്കമാണിത്. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം. തൃപ്പൂണിത്തുറയിലെ നഗരവീഥികളിലൂടെ ഇങ്ങനെ ഓരോ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള പ്ലോട്ടുകളുമായിട്ട്, സാംസ്കാരിക തനിമയുള്ള ഓരോരോ കലാരൂപങ്ങളുമായിട്ട് ഇങ്ങനെ ഈ തൃപ്പൂണിത്തുറയിലെ നഗരവീഥികൾ ചുറ്റി വരികയാണ്. മലയാളി ഇന്ന് അത്തം മുതൽ 10ാം ദിവസം ഓണം ആഘോഷിക്കുകയാണ്. ഇത്തവണ 2 ദിവസമുണ്ട്. ഒരു നക്ഷത്രം എന്നതുകൊണ്ട് തന്നെ 11ാം ദിവസമാണ് ഓണം. അതായത് ഇന്ന് മുതൽ 11ാമത്തെ ദിവസം തിരുവോണമാണ്. ലോകമെമ്പാടുമുള്ള മലയാളി തൻ്റെ വീട്ടിലേക്ക് വരാൻ, തൻ്റെ കുടുംബത്തേക്ക് വരാൻ, തൻ്റെ സൗഹൃദ വലയങ്ങളിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ദിവസം കൂടിയാണ് ഓണം. എവിടെയായാലും ഓണാഘോഷത്തിന് നാട്ടിലെത്തുക, അതിലെ ഗൃഹാതുരത മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക, ഇതാണ് മലയാളിയുടെ ഏറ്റവും മികച്ച സ്വപ്നവും അതുതന്നെയാണ്. മലയാളി കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സ്വപ്നങ്ങളിൽ കൂടി ഒന്നുകൂടിയാണ് ഓണക്കാലം. ചവിട്ടിയവനോ ചവിട്ടേറ്റവനോ ഇല്ലാതാകുന്ന കാലം. ചവിട്ടിയവൻ ദൈവമായിട്ടുകൂടി ആത്യന്തിക മാനുഷിക നന്മകൾ തിരിച്ചു വരുമെന്ന് ദൈവത്തോട് മലയാളി കട്ടായം പറഞ്ഞു. അങ്ങനെ മലയാളിയുടെ സർഗാത്മകതയിൽ ഓണം ആഘോഷിക്കുകയാണ് കേരളമാകെ. കേരളം ഓണക്കാലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നഗരവീഥികളിൽ വർണ്ണപ്പകിട്ടാർന്ന, നിറപ്പകിട്ടാർന്ന ഘോഷയാത്രയോടൊപ്പം കേരളത്തിൻ്റെ വിവിധ കലാരൂപങ്ങൾ, തെയ്യം, പടയണി തുടങ്ങിയ വിവിധ കലാരൂപങ്ങളൊക്കെയാണ് നിരത്തിക്കൊണ്ട് വിവിധ പ്ലോട്ടുകൾ, ലഹരി മുക്തിക്കെതിരെയുള്ള ലഹരി വിമുക്തി പ്രധാന ആശയമാക്കിക്കൊണ്ട് തന്നെയുള്ള പ്ലോട്ടുകൾ, അത്തരത്തിൽ സാമൂഹ്യ വിപത്തുകളെ ചൂണ്ടിക്കാട്ടിയുള്ള പ്ലോട്ടുകൾ, ഇത്തരത്തിൽ മലയാളിയുടെ സാംസ്കാരിക തനിമ വിളിച്ചോതിക്കൊണ്ടാണ് അത്തച്ചമയ ഘോഷയാത്ര അവസാനിക്കുന്നത്. ഇന്നു മുതൽ തൃപ്പൂണിത്തുറയിൽ നിന്നും ആരംഭിക്കുകയാണ് മലയാളിയുടെ ഔദ്യോഗിക ഓണാഘോഷം. രാവിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതോടുകൂടി മലയാളി ഇനി ഓണത്തിമിർപ്പിലേക്ക് കടക്കുകയാണ്. വരുന്ന ദിവസങ്ങൾ ഓണാഘോഷത്തിൻ്റെതാണ്. ഓണത്തിന് വേണ്ടിയുള്ള കരുതി വെക്കലാണ്, ഓണത്തിന് വേണ്ടിയുള്ള ഷോപ്പിങ്ങുകളാണ്, ഓണത്തിന് വേണ്ടിയുള്ള തിരക്കുകളാണ്. അങ്ങനെ ഓണപ്പാച്ചിലേക്ക് ഇന്നു മുതൽ മലയാളി കടക്കുകയാണ്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതോടുകൂടി ഈ വർഷത്തെ ഗംഭീരമായ അത്തച്ചമയ ആഘോഷങ്ങൾക്കും ഓണത്തിനും
തുടക്കമായി. അങ്ങനെ നമ്മൾ മലയാളികൾ ഔദ്യോഗികമായി ഓണം ആഘോഷിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 10 ദിവസം, 11 ദിവസം, അത്തം 10-നാണ് പൊന്നോണം. പക്ഷെ ഇത്തവണ 11 ദിവസമാണ് ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു ദിവസം കൂടി നമുക്ക് അധികമായി കിട്ടുകയാണ് നമ്മൾ മലയാളികൾക്ക് സന്തോഷിക്കുവാനായി. ഇത് ഈ നിരവധി കലാരൂപങ്ങൾ, ഏകദേശം 101 കലാരൂപങ്ങളും 1000-ലധികം കലാകാരന്മാരുമാണ് ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. നടൻ ജഗദീഷാണ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്തത്. മന്ത്രി അനൂപ് ജേക്കബ് അത്തം പതാക ഉയർത്തി. ചടങ്ങിൽ എംപിമാരായ ഹൈബി ഈഡൻ, ഫ്രാൻസിസ് ജോർജ്, ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. എന്തായാലും നഗരവീഥികളെ ഓണം വിളിച്ചോതിക്കൊണ്ട്, അല്ലെങ്കിൽ നഗരവീഥികളിലൂടെ പ്രൗഢഗംഭീരമായ അത്ത ഘോഷയാത്രയാണ് കടന്നുപോയത്. പോലീസിന്റെ വലിയൊരു സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇരു ബാരിക്കേഡുകൾക്കും ഉള്ളിലായാണ് കാണികൾ ഇത് വീക്ഷിച്ചിരുന്നത്. എന്നാലും വലിയ ആഘോഷം തന്നെയാണ് ഇത്തവണയും അത്തച്ചമയത്തിൽ ഒരുക്കിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.